ഹലോ, ഐ എം ലവ്ലി എബ്രഹാം. ഇത് ഈ വീഡിയോസൊക്കെ 2-3 പാർട്സായിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലെങ്തിയാണ് ഇതെല്ലാം. അറ്റ് സ്ട്രെച്ച് ഒരു മണിക്കൂർ, അരമണിക്കൂറിലധികമൊക്കെ പോകുന്ന അത്ര വലിയ ഇൻട്രസ്റ്റോടു കൂടി പലരും കാണത്തില്ലെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഐ തോട്ട് ഓഫ് മേക്കിംഗ് ഇറ്റ് split format, 2 or 3 different small videos. So the first part ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു പുതിയ സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള മെറിറ്റ്സിനെ ഞാൻ റിസർച്ച് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇൻ്റർനെറ്റിൽ പലയിടത്തും അവൈലബിൾ ആണ്. പക്ഷെ എന്നോട് പലരും ചോദിച്ചു പുതിയ സ്റ്റോക്ക് ഏത് വാങ്ങിക്കാൻ പറ്റും, നല്ല സ്റ്റോക്ക് ഏത് വാങ്ങിക്കാൻ പറ്റും. ഇപ്പം മാർക്കറ്റ് ഡൗൺ ആണല്ലോ, ബെയറിഷാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് അപ്പാകാനുള്ള ചാൻസും ഉണ്ടെന്നാണ് പല പ്രഡിക്ഷൻസും പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്പോൾ ഈ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസിൽ അവർ ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്സ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ കേപ്പബിൾ ആക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഒന്നുകൂടെ ഞാൻ പറയാം, ഐ എം നോട്ട് എ SEBI registered analyst, so I cannot recommend a particular stock or stocks to buy. അത് നിയമവിരുദ്ധമായതുകൊണ്ട്. ബട്ട് ഞാൻ നിങ്ങളെ കേപ്പബിൾ ആക്കാം, പഠിക്കാൻ ഏറ്റവും നല്ല സ്ട്രോങ് ഷെയർസ് കണ്ടുപിടിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കാം. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഇതിൽ ഞാനിവിടെ ഇട്ടിരിക്കുന്ന സ്ക്രീനർ ഇതുണ്ടല്ലോ, ഈ സ്ക്രീനറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്തൊരു പേജ് വന്നത് സ്ക്രീനർ ഓപ്പണായി. നമുക്ക് ഈ സ്ക്രീനർ ഇടയ്ക്കെല്ലാം നിങ്ങളത് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പലവട്ടം അത് ഓപ്പൺ ചെയ്യുകയും പല ഓപ്ഷൻസിലൂടെയൊക്കെ പോവുകയൊക്കെ ചെയ്യുക. മനസ്സിലായില്ല? അപ്പം നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ബ്രൗസ് സെക്ടേഴ്സ് എന്ന് പറയുന്നതും നമുക്കിപ്പോൾ ആവശ്യമുള്ള ഓട്ടോമൊബൈൽ ആണെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനിയുടെ ഓട്ടോമൊബൈൽ കമ്പനിയുടെ പോകാം, അല്ലെങ്കിൽ സിമെൻറ്റ് പ്രോഡക്റ്റ്സ് ആണെങ്കിൽ ഇത് പോകും. ഇത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം EV ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ വളരെയധികം നന്നായിട്ട് പോകാൻ ചാൻസ് ഉള്ള കമ്പനികൾ തന്നെയാണ് EV, ഇലക്ട്രോണിക് വെഹിക്കിൾസിൻ്റെ അല്ലേ. അപ്പോൾ ആ കമ്പനികളുടെ കണ്ടുപിടിക്കാം. പിന്നെ ഫിനാൻസ് NBFC നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിൻ്റെ നോക്കാം. കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് അങ്ങ് പോയാൽ മതി. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ സ്ക്രീനറിൽ അടിച്ചപ്പോൾ ആണ് നമ്മൾ ഈ ഒരു പേജിലേക്ക് വന്നത്. ക്രിയേറ്റ് ന്യൂ സ്ക്രീൻ എന്നും പറഞ്ഞു വന്നു. അതിൽ നമ്മൾ പ്രസ് ചെയ്തപ്പോൾ ഇതിലേക്ക് വന്നു. ഇവിടെ നമ്മളുടെ ക്വറി, അതായത് നമ്മളുടെ മെറിറ്റ്സ് ഞാൻ പറഞ്ഞില്ല നേരത്തെ, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മെറിറ്റ്സ്. നമുക്ക് വേണ്ട സ്റ്റോക്കിൻ്റെ മെറിറ്റ്സ് എന്താണെന്ന് അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഫയലിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൽ നമ്മൾ നോക്കുന്ന പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ മെറിറ്റ്സ് എന്നൊക്കെ പറയും, മെട്രിക്സ്. അതിൽ ഒരു EPS കണ്ടോ. EPS എന്ന് പറയുന്നത് ഏണിങ്സ് പെർ ഷെയർ, ഒരു ഷെയറിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിൻ്റെ ഷെയറിൻ്റെ റിട്ടേൺസ് ആണ് അത് കാണിക്കുന്നത്. അത് ആക്ച്വലി ഗ്രേറ്റർ ദാൻ 80 വരണം. അടുത്തത് പ്രൈസ് ടു ഏർണിങ്സ്, അതിൻ്റെ നമുക്ക് വേണ്ടുന്ന പാരാമീറ്റർ എബോവ് 20 ആണ്, ലോവർ ദാൻ 20 ആണ് വരേണ്ടത്. ദെൻ ഡെറ്റ് ടു ഇക്വിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഗ്രേറ്റർ ദാൻ 20, ഡിവിഡൻഡ് yield ഗ്രേറ്റർ ദാൻ 3 ആൻഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഗ്രേറ്റർ ദാൻ 20 ആണ് വരേണ്ടത്. അപ്പോൾ നമ്മളിതിൽ അറ്റ് എ ടൈം എനിക്ക് തോന്നുന്നു ഞാനത് സ്ക്രീനറിൻ്റെത് എടുത്തിട്ടിരിക്കുന്നത് ഇത് അത് പെയ്ഡല്ലാത്തതുകൊണ്ട് നമുക്കൊരു 6 നമ്പേഴ്സ് മാത്രമേ ഇവിടെ ഈ പാരാമീറ്റേഴ്സ് അടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഐ എം ഗോയിങ് ബാക്ക് ടു മൈ ഫയൽ ആൻഡ് അത് നമ്മൾ ഇത് 1 2 3 4 5 6 എണ്ണം കോപ്പി ചെയ്തു. സെലക്ട് ചെയ്തു, Ctrl+C കൊടുത്തു, കോപ്പി ചെയ്തു. എന്നിട്ട് ഇത് സ്ക്രീനർ അതിലേക്ക് വന്നു. അവിടെ വന്നിട്ട് Ctrl+V കൊടുക്കുമ്പം പേസ്റ്റായി. ഓക്കെ, എല്ലാത്തിൻ്റെ ഓരോ ലൈനിൻ്റെയും എൻഡിൽ ആൻഡ് എന്നുണ്ട്.
പക്ഷേ ഇവിടെ അത് താഴേക്ക് വരുന്നുണ്ടെങ്കിലാണ് എൻ്റെ ഇതിവിടെ ഇപ്പോൾ ലാസ്റ്റത്തേതിൽ നമുക്ക് പിന്നെ അത് വേണ്ടാത്തതുകൊണ്ട് അത് ഞാൻ കളയുന്നു. എന്നിട്ട് ഇതൊന്ന് റൺ ചെയ്ത് കൊടുക്കാം, എന്ത് വരുന്നു നോക്കാം. പ്രൈസ് ടു ഏണിങ്സ്, ഓക്കെ, പ്രൈസ് ടു ഏണിങ്സ് എന്തോ പ്രശ്നം കാണിക്കുന്നുണ്ട്. മേ ബി PE എന്നായിരിക്കും, ഒന്ന് അടിച്ച് നോക്കട്ടെ. PE മേ ബി ദാറ്റ്. അല്ല, നമുക്ക് ബാക്കിലേക്ക് വരാം. ഏഡ് PE അതിന് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. വാട്ട് ഈസ് PE എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പ്രൈസ് ടു ഏണിങ്സ് ആയിരുന്നു അത്. PE ഗ്രേറ്റർ ദാൻ പ്രൈസ് ടു ഏണിങ്സ് ഇവിടെ ഉണ്ട്. 20 ആണ് അത്. സോറി, ലെസ് ദാൻ ആണ്. ലെസ് ദാൻ 20 ആണ് വേണ്ടത്. നോക്കട്ടെ, അത് വീണ്ടും 20 ഡെറ്റ് ടു ഇക്വിറ്റി ഇവിടെ ആൻഡ് വേണം. ആൻഡ് അടിച്ചു, ബാക്ക് സ്പേസ് എടുത്തു. നോക്കട്ടെ പോകുന്നു. റൺ ചെയ്തു. സ്വരാജ് എൻജിൻസ് ഒരിട്ട കമ്പനി മാത്രമേ വന്നുള്ളൂ. നമ്മുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സ്വരാജ് കമ്പനി അതെന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്വരാജ് എൻജിൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1989. ഇറ്റ് മാനുഫാക്ചേഴ്സ് ഡീസൽ എൻജിൻസ് സ്പെസിഫിക്കലി ഫോർ ട്രാക്ടേഴ്സ് ഇൻ ദ റേഞ്ച് ഓഫ് 22 HP. ആ സ്പെസിഫിക്കേഷനാണ് പറയുന്നത്. ആ കമ്പനിയുടെ നമ്മൾ കൊടുത്ത സ്പെസിഫിക്കേഷൻ ഈ കൊടുത്ത 6 ഒരു ഏറ്റവും നന്നായിട്ട് പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി തന്നെയാണ് കേട്ടോ. ഇനി അതിൻ്റെ ഈ മെറിറ്റ്സ് എല്ലാം മെട്രിക്സ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ അടിച്ചു കൊടുത്തതുപോലെ തന്നെ വരുന്നുണ്ട്. പിട്രോസ്കി സ്കോർ ഇതിൻ്റെ 7 ആണ്. 8+ എബവ് ആണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാർക്കറ്റിൽ. ബട്ട് 7 വലിയ കുഴപ്പമൊന്നുമില്ല, അതും പോകുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ പിയേഴ്സ് ഇതിൻ്റെ ഇതേപോലെ മാനുഫാക്ചർ ചെയ്യുന്ന മറ്റ് കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ കമ്പാരിസൺ നമുക്കറിയാൻ പറ്റും. മറ്റുള്ള മൂന്ന് കമ്പനിയും പറയുന്നുണ്ട് അത്. ഇനി ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുമ്പം വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് 2013 55 ആയിരുന്നു. അത് 2024 ആയപ്പോൾ 138 അതിന് മുമ്പത്തെ വർഷം 2023 134 ആയിരുന്നു. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സ്പെൻസസ് ഈ ലൈനിൽ കാണിക്കുന്നു. എല്ലാം അതാ ഈ നമ്മളുടെ ഈ ഡീറ്റെയിൽസ് മുഴുവനും ഈ ഒരു കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കാണിക്കുക. ക്യാഷ് ഫ്ലോ ഇതാണ് കമ്പനിയുടെ ക്യാഷ് ഫ്ലോ. മൈനസ് ആയിരുന്നു ഒരിക്കൽ, അത് 2021 36 ആയിരുന്നു. ഇപ്പോൾ അത് 1 ആയി. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ മീൻസ് ഇതിൻ്റെ ഷെയർസ് എത്രമാത്രം കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ടേഴ്സ്, പിന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള നോക്ക്. പ്രൊമോട്ടേഴ്സ് കാണിക്കുന്നത് ഈ 24 സെപ്റ്റംബറിൽ 52.12% ആണ്. അതായത് മോർ ദാൻ 50% അവർ ഹോൾഡ് ചെയ്യുന്നു. FIIs ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന 3.23 ആണ്. DIIs ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലുള്ളവർ 8.89. പബ്ലിക് ഹോൾഡ് ചെയ്യുന്ന 35.76% ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കുക. ഈ കാര്യങ്ങൾ ഒരു ഏറ്റവും ബെസ്റ്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് കമ്പനിയാണെങ്കിൽ മീൻസ് അതൊരു പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നഷ്ടത്തിൽ ഓടുന്ന കമ്പനിയാണോ അല്ലയെന്ന് നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഈ കമ്പനിയുടെ പ്രൊപ്രൈറ്റേഴ്സിനായിരിക്കും, അല്ലേ, പ്രൊമോട്ടേഴ്സിനായിരിക്കും.
അപ്പോൾ അവരത് ഹോൾഡ് ചെയ്യണമെങ്കിൽ അവർക്കറിയാം ഈ കമ്പനി പ്രോഫിറ്റ് മേക്കിംഗ് ആണെന്നുള്ളത്. അതാണ്. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട്, ഇത് കണ്ടോ ചാർട്ട്, ഇത് ഇവരുടെ ചാർട്ട് മീൻസ് ഒരു വർഷത്തെ പെർഫോമൻസാണ്, ഒരു വർഷത്തെ ഷെയറിൻ്റെ ഡിഫറൻറ്റ് പ്രൈസാണ്. ഇത് കഴിഞ്ഞ വർഷം, അതായത് നവംബർ 23 2155 രൂപയായിരുന്നു. ആ ചാർട്ട് ഇങ്ങനെ പോവുകയാണ്. ഇന്ന് അതിൻ്റെ വില 2916 ഏതാണ്ട് 800 റുപ്പീസ് എന്ന് പറയും. പക്ഷേ ഇതൊരു പീക്കിൽ വന്നിരുന്നൊരു സമയമുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ 3405 രൂപ വന്നിരുന്നു. ഇത് റേഷ്യോസ്, ഈ പറഞ്ഞ റേഷ്യോസ് അല്ലെങ്കിൽ മെട്രിക്സ് ഒക്കെ ഇതാണ്. ROCE എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമുക്ക് ഗ്രേറ്റർ ദാൻ 20 ആണ് വേണ്ടത്. അത് ഇതിൽ ROCE കണ്ടോ, മാർച്ച് 24 52% ഉണ്ട്. നമുക്ക് 20ക്ക് അപ്പുറമാണെങ്കിൽ വലിയ കമ്പനി അതുണ്ട്. ഇത്രയും വർഷത്തിൽ ഒരിക്കൽ പോലും 20യുടെ താഴേക്ക് പോയിട്ടില്ല. അതങ്ങനെ ഒരു നല്ലൊരു പോയിൻ്റാണ്. ഇതൊക്കെ ലോങ് ടേമിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനികളുടെ ലിസ്റ്റിൽ വരുന്നതാണ്. കമ്പനി ഏതാണെന്ന് നോക്കുക, കമ്പനി എന്ത് ചെയ്യുന്നു, എന്താണ് കമ്പനിയുടെ പണി, ഓക്കെ, അതൊക്കെയാണ്. ഇങ്ങനെ നമുക്ക് ഈ സ്ക്രീനർ പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ ഈ സൈഡ്, റൈറ്റ് സൈഡ് കംപ്ലീറ്റ് കമ്പനി എന്ത് ചെയ്യുന്നു, എന്താണ് അതിൻ്റെ ബിസിനസ്, വാട്ട് ടൈപ്പ് ഓഫ് ബിസിനസ് ഈസ് ബീങ് ഡൺ ബൈ ദിസ് കമ്പനി, അത് പറയുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഒരു കുറച്ച് ഇത് ചില മാട്രിക്സ് അടിക്കുമ്പോൾ കുറേ അധികം സ്റ്റോക്സ് വരും. ആ ഷെയർസ് നമുക്ക് ഒരു കോപ്പി ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്ക് റൺ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ TCSൻ്റെ അടിച്ച് നോക്കാം. TCS ഇവിടെ അടിക്കുക, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് നോക്കാം. ആ കമ്പനിയെ പറ്റി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ആ കമ്പനി ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, IT സർവീസസും IT ഫീൽഡിലാണ് അത് കമ്പനി ചെയ്യുന്നത്, അല്ലേ. അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ 14,61,545 crores ആണുള്ളത്. ഇതിൻ്റെ നമുക്ക് വേണ്ട ROCE 20 ആണെങ്കിൽ ഇതിൽ 64.3 ഉണ്ട്. ROE നമുക്ക് 20 മതിയെങ്കിൽ ഇതിൽ 51 പോയിൻറ്റ്. ഇതൊക്കെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ കമ്പനികളാണ് എന്ന് പറഞ്ഞ് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ആർക്കും. ബട്ട് നിങ്ങൾക്ക് ഇതിലടിച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഈ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ മെട്രിക്സ് നോക്കുമ്പം സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു വർഷത്തെ ഇതിൻ്റെ ഈ ഷെയറിൻ്റെ ഹൈ ആൻഡ് ലോയും നോക്കാം. ഇത് കഴിഞ്ഞ വർഷം 3510 ആയിരുന്നു. ഈ വർഷം അതിൻ്റേത് 4039, ഏതാണ്ട് 500 സംതിങ് ആണ് മാറിയിരിക്കുന്നത്. ഇത് നല്ലൊരു കമ്പനിയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അതിൻ്റെ പ്രീമിയം അതിൻ്റെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് 4040 രൂപയാണ് ഇന്നുള്ളത്. അത് എന്താ ഹയർ ലെവലിൽ പോകുന്ന ഒരു സ്റ്റോക്കാണ്. നമുക്ക് IRCTC നോക്കാം. IRCTC ഇന്ത്യൻ റെയിൽവേസ് ഫിനാൻസ് കോർപ്പറേഷൻ, IRFC ആണ്, ഞാൻ തെറ്റായിട്ട് പറഞ്ഞ IRFC ആണ്. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ നോക്കുക. ഇതിൽ 1,89,729 crores ആണ് അതിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്. കറൻറ്റ് പ്രൈസ് 145 രൂപയുള്ളൂ. ഇതിപ്പം നമ്മളിത് നോക്കണ്ട കാര്യം, ഇതിൻ്റെ പ്രൈസൊക്കെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആയിരിക്കുന്നതുകൊണ്ട്, മനസ്സിലായില്ലേ. ഇത് കഴിഞ്ഞ നവംബറിൽ 76 റുപ്പീസ് ആയിരുന്നിട്ട് പീക്ക് ഹയസ്റ്റിൽ വന്നത് 217 രൂപയാണ് വന്നത്. അത് എത്ര, നവംബർ ടു ജൂലൈ 9 മാസം കൊണ്ട് എത്ര ടൈംസ് വന്നു? 3 ടൈംസോളം വന്നു, അല്ലേ. അപ്പോൾ 1 ലക്ഷം ഇട്ടിരുന്നെങ്കിൽ 3 ലക്ഷം ആയനെ വിതിൻ 9 months ടൈം. പക്ഷേ ഇപ്പോഴും മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ വാല്യൂ ഇപ്പം കുറഞ്ഞിരിക്കുകയാണ്. ദാറ്റ് മീൻസ്
ഇതൊരു നല്ല ഒരു കമ്പനിയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും മറ്റുള്ള മെട്രിക്സ് എല്ലാം നോക്കുമ്പം. ബട്ട് ഇപ്പം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാ സ്റ്റോക്കുകളും എല്ലാ നല്ല സ്റ്റോക്കുകളുടെ വില, ഷെയറിൻ്റെ വില കുറഞ്ഞിരിക്കുന്നു. ഇപ്പം നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഒരു ആസ്പെക്റ്റ്. സ്ക്രീനറിൽ പോയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി കാണും. പിന്നെ നിങ്ങൾ ഈ screener.in അടിച്ച് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് അതിലടിച്ച് നോക്കുക ഓരോ കമ്പനികളുടെ പേരും ഡീറ്റെയിൽസും. അന്നേരം നമുക്കത് ഈസി ആയിട്ട് ഓരോ കമ്പനികളും മറ്റുള്ളവരും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാമല്ലോ, ഒരുപാട് സോഷ്യൽ മീഡിയ വഴി ഞാൻ കഴിഞ്ഞ 6 വർഷം മുമ്പ് അല്ലെങ്കിൽ 6 months മുമ്പ് ഒരു ഷെയർ ഞാൻ പറഞ്ഞിരുന്നു. അത് വാങ്ങിച്ചവർക്ക് അത് 5 times ആയി, 10 times ആയി. നിങ്ങൾ എൻ്റെ വാട്സാപ്പിൽ ജോയിൻ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഈ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അതൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം വളരെ എക്സ്പീരിയൻസ് ആയ പലരും പറയുന്നുണ്ട്, ഫേക്ക് ആയിരുന്നെന്നോ പ്രോഫിറ്റ് കിട്ടിയെന്നോ ഒക്കെ. പക്ഷേ എനിക്കത് സത്യസന്ധമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേയ്സ്, നിങ്ങൾ ഓരോരുത്തരും കേപ്പബിൾ ആകുക ഏറ്റവും നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാനും വാങ്ങിക്കാനും. നിങ്ങൾ ആരും നിങ്ങളെ ചീറ്റ് ചെയ്യാതിരിക്കാനായിട്ടാണ് പറഞ്ഞത്. ഞാൻ ഈ കണ്ടുപിടിച്ച ഈ മെട്രിക്സ് എല്ലാം എൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ ഇട്ടേക്കാം. നിങ്ങളും അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക, സ്ക്രീനറിൽ അടിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഏതായാലും നിങ്ങൾ ഓരോരുത്തരും സ്വയം മീൻ പിടിക്കാനായിട്ട് പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര നാൾ ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ മീൻ നമുക്ക് പിടിച്ചു തരും, സ്റ്റോറി അറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കേപ്പബിൾ ആകുക, ഇങ്ങനെ സ്റ്റോക്കുകൾ ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനുള്ള ഇതാണ്. ഞാൻ ട്രേഡ് തുടങ്ങിയപ്പോൾ 5 years മുമ്പ് ആരും എന്നോട് ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഇൻ്റർനെറ്റ് വഴിയെല്ലാം കണ്ടു, പിന്നെ യൂട്യൂബ് വീഡിയോസ് ഒരുപാട് കണ്ടു, കേട്ടു, നോട്ട്സ് എഴുതി പഠിച്ചു. ഇങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത്. ഇപ്പം പിന്നെ ഞാൻ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ സ്റ്റോക്കുകൾ ചെറിയ തോതിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ബൈയിങ്ങിലാണ്. ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് അതൊക്കെ ബയറാണ് ഞാൻ. അതുകൊണ്ട് ഇതിലിപ്പം ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇറങ്ങി നിങ്ങളെല്ലാവരും കേപ്പബിൾ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് ഇതിലേക്ക് വീണ്ടും വന്നത്. ഏതായാലും നിങ്ങളെല്ലാവരും എങ്ങനെ കഴിവ് തെളിയിക്കുക. ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ ലോങ് ടേം ഒക്കെ ചെയ്തിട്ട് നോക്കുക. ഇൻട്രാഡേ ഇപ്പം മാർക്കറ്റ് വളരെ ഡൗണായി പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഇടയ്ക്കും പോകുന്നുണ്ട്. ഇന്നലെ തന്നെ സെൻസെക്സ് വളരെയധികം രാവിലെ അങ്ങ് ഏതാണ്ട് 1000 something പോയിൻറ്റ്സ് കൂടി. പിന്നെ അത് കഴിഞ്ഞ് അത് കുറഞ്ഞു വന്നു. അപ്പം മാർക്കറ്റ് വളരെയധികം വോളറ്റിലിറ്റി കാണിക്കുന്നുണ്ട്, താഴേക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇൻട്രാഡേ ഒക്കെ വളരെ റിസ്കി ഫാക്ടേഴ്സാണ്. പക്ഷേ നിങ്ങൾക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകൾ വില കുറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്കത് വാങ്ങുന്നതിന് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ യൂട്യൂബ് വീഡിയോ. പിന്നെ ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് സ്റ്റോക്ക് ട്രേഡ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് യുവർ കമൻറ്റ്സ്. ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പം ഇപ്പോഴത്തേക്ക് ഇത് മതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ കാണുന്നതുവരെയും ഐ ആം ലവ്ലി എബ്രഹാം സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.